ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ മസാക്കലി എങ്ങനെയാണ് വെട്ടി തയ്ക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഷോൾഡർ നമുക്ക് 7.5 വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് 7.5. കൈക്കുഴി 7 ഇഞ്ച് താഴത്തോട്ട് അടയാളപ്പെടുത്തി തുണി രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ആണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. തുണി എടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ഫ്രണ്ട് വശം മാത്രമാണ് ഞാനിപ്പോൾ വെട്ടിയെടുക്കണേ. ബാക്കിൽ സിബ് വയ്ക്കാനുള്ളതുകൊണ്ട് നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് നമ്മുടെ കൈക്കുഴി അടയാളപ്പെടുത്താം. ഒരു കൈക്കുഴി അടയാളപ്പെടുത്താണ്. എൻ്റെ വീഡിയോ എടുക്കുന്ന ആൾ വന്നിട്ടില്ല, അത് കാരണം ഞാൻ തന്നെയാണ് ഒരു കയ്യിൽ പിടിച്ചിട്ട് ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് 30 കറക്റ്റ് ശരീരത്തിൽ നിന്ന് അളവെടുക്കുമ്പോൾ ചെസ്റ്റ് 30 ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് 30 കറക്റ്റ് അളവ് 30 ആളുടെ. അപ്പോൾ ശരീരത്തിൻ്റെ അളവിൻ്റെ കൂടെ നമ്മൾ ചെസ്റ്റിൻ്റെ 4 ഇഞ്ച് ലൂസ് കൊടുക്കണം. ശരീര അളവ് എത്രയാണോ അതിൻ്റെ കൂടെ 4 ഇഞ്ച്. ഇപ്പോൾ നിങ്ങളുടെ ശരീര അളവ് 32 ആണെങ്കിൽ അതിൻ്റെ കൂടെ 4 ഇഞ്ച് അളവ് എക്സ്ട്രാ കൊടുത്തതിന് ശേഷം വേണം ആ അളവ് ആണ് അതിൻ്റെ 1/4 നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പം 30 എനിക്ക് കിട്ടിയ ശരീരത്തിൻ്റെ അളവ്. അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുമ്പോൾ 34ൻ്റെ 1/4 നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പം 34ൻ്റെ 1/4 വരുമ്പോൾ 8.5 8.5 നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ ചെസ്റ്റിൻ്റെ അവിടെ 8.5 മാർക്ക് ചെയ്യുക. നമ്മൾ 8.5 മാർക്ക് ചെയ്തു. 8.5 നമ്മളിവിടെ മാർക്ക് ചെയ്യണം. പിന്നെ നമുക്ക് വേസ്റ്റിൻ്റെ അളവാണ് വേണ്ടത്. വേസ്റ്റ് കറക്റ്റ് അളവ് 26 26ൻ്റെ കൂടെ നമ്മൾ വേസ്റ്റ് അളവിൻ്റെ കൂടെ നമ്മളെപ്പോഴും 3 ഇഞ്ച്, അതായത് നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗമാണ് തന്നെ, അവിടെ 3 ഇഞ്ച് കൂട്ടിയാൽ മതി. ആ 3 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ 1/4. അപ്പോൾ നമുക്ക് 26 3 29 ഇഞ്ചാണ് കിട്ടിയത്. അതിൻ്റെ 1/4 വരുമ്പോൾ 7.25 7.25 നമുക്ക് വേണ്ടത്. 7.25 ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. 7.25 മാർക്ക് ചെയ്തു. 7.25 അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് എപ്പോഴും 1.5 ഇഞ്ച് നമ്മൾ കൊടുക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ആൾക്ക് ടൈറ്റൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൂസാക്കാനായിട്ട് 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കണം. നമ്മളതുമാതിരി ചെസ്റ്റിൻ്റെ കൂടെ ചെസ്റ്റ് 8.5 എടുത്തിട്ട് അതിന് 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കണം. 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. നമ്മൾ സീം അലവൻസ് 1.5 ഇഞ്ച് കൊടുത്തു. അപ്പോൾ ഏത് അളവിൻ്റെ കൂടെയും, അതായത് നമ്മുടെ ബോഡി മെഷർമെൻറ്റിൻ്റെ കൂടെ ഏത് അളവെടുത്താലും അതിൻ്റെ വേസ്റ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ 3 ഇഞ്ചാണ് കൂട്ടേണ്ടത്. ചെസ്റ്റ് വരുന്ന ഭാഗത്ത് 4 ഇഞ്ച് കൂട്ടണം. അതായത് വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷേപ്പ്. ഈ അനാർക്കലി, മസാക്കലി അതുമാതിരി ഉള്ള ചുരിദാറുകൾക്കൊക്കെ നമ്മൾ ഇവിടെ ബോഡി പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് താഴത്തേക്കുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വരച്ച് നമുക്കിനി ഇത് വെട്ടിയെടുക്കാം. അപ്പം ഞാനിവിടെ ഫ്രണ്ട് വശം എടുത്ത് ബാക്ക് വെട്ടാനായിട്ട്
ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. നമുക്ക് സിബ് വയ്ക്കാനുള്ളതായതുകൊണ്ട് സിബിൻ്റെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് നമ്മൾ നീക്കിയിട്ടിട്ട് വേണം ഫ്രണ്ട് വെട്ടി ചെയ്തെടുത്ത് ഇവിടെ വച്ചിട്ടുണ്ട്. ഈ അളവിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇങ്ങനെ വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എന്താ ഞാൻ ഫ്രണ്ട് ബാക്കും വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ കൈക്കുഴി ഒന്ന് അളന്ന് നോക്കാം. നമുക്ക് കൈക്കുഴി കറക്റ്റ് കിട്ടിയേക്കുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 14 ഇഞ്ച് ഇവിടെ കിട്ടണം. 1 ഇഞ്ച് എക്സ്ട്രാ ഉണ്ടോ. അപ്പോൾ 7 7 14. അപ്പോൾ കൈക്കുഴി കറക്റ്റായിട്ടാണ് കിട്ടിയത്. നമ്മളെപ്പോഴും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 1/2 ഇഞ്ച് ഷോൾഡറിന് അടിച്ചു പോകാനുള്ളത് വിട്ടിട്ട് ബാലൻസ് ഇങ്ങനെ അളന്ന് നോക്കണം. അന്ന് നോക്കുമ്പോൾ നമുക്ക് 7 ഇഞ്ച് ഇവിടെ വരുന്നുണ്ട്. ആ 7 ഇഞ്ച് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കറക്റ്റായിട്ട് കിട്ടും. 14 എനിക്ക് വേണ്ടത്. നമ്മളിനിയിപ്പോൾ അതിൻ്റെ അടിഭാഗം വെട്ടിയെടുക്കാനായിട്ട് നമ്മുടെ പാവാടയ്ക്കുള്ള വെട്ടിയെടുക്കാനായിട്ട് ആദ്യം 2ആയി മടക്കിയിട്ടതിന് ശേഷം അത് വീണ്ടും ക്രോസായിട്ട്, അതായത് 2ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ടു. നമ്മൾ തുണി 2ആയിട്ട് മടക്കിയിടുന്ന കാര്യം മടക്കിയിട്ടു. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത ഭാഗം, മുറിഞ്ഞ ഭാഗത്തുനിന്ന് ഇങ്ങനെ 2 പീസ് എടുക്കുക. 2ആയി മടക്കിയിട്ടാണ് എൻ്റെ പീസ് എടുത്തതിന് ശേഷം ഇതിങ്ങനെ കോണിച്ച് ക്രോസായിട്ട് മടക്കിയിടണേ. ബാലൻസുള്ള തുണി നമ്മളിങ്ങനെ 2ആയിട്ട് മടക്കിയിടണം. 2ആയിട്ട് മടക്കിയിട്ട് 2ആയി മടക്കിയിടുക. എന്നിട്ടത് ക്രോസായിട്ട് മടക്കിയിടണം. കറക്റ്റ് പാകത്തിന് വെച്ചതിന് ശേഷം അതിങ്ങനെ അടയാളപ്പെടുത്താം. നമുക്ക് 43 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. പാവാടയ്ക്കും കൂടി വരുമ്പോൾ 43 ഇഞ്ച് ലെങ്ത്ത് വേണം. നമ്മൾ മെയിൻ തുണിയിൽ 43 ആണെങ്കിൽ 42 ഇഞ്ച് ലെങ്ത്താണ് ലൈനിങ്ങിന് എടുക്കേണ്ടത്. 1 ഇഞ്ച് കുറച്ച് മുകളിൽ നിന്ന് ഇങ്ങനെ ക്ലോസായി അതിനുശേഷം മാറ്റി വെട്ടിയെടുക്കണം. നമുക്ക് നന്നായി കലക്കി അതിൻ്റെ അളവ് വെട്ടിയെടുക്കാം. ലെങ്ത്ത് 10 വേണ്ടത്. അപ്പോൾ അടിയിൽ 1 ഇഞ്ച് മടക്കി അടിക്കാൻ 11, 1/2 ഇഞ്ച് മുകളിലും പോകാം. അപ്പോൾ 11.5 ഇഞ്ചിൽ കൈ മാർക്ക് ചെയ്തിരിക്കണം. കൈയുടെ മുകളിലെ വണ്ണം 13 ഇഞ്ചാണ്. 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് 14. അപ്പോൾ 14ൻ്റെ പകുതി 7. 7ൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കാം. താഴത്തെ വണ്ണം വരുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ 4.5. 9ൻ്റെ പകുതി 4.5. താഴെ 1.5 ഇഞ്ച് സീം അലവൻസ്. ഈ മുകളിൽ നിന്ന് നമ്മൾ എത്ര ഇഞ്ചാണോ വരയ്ക്കുന്നത്, ഇപ്പോൾ വണ്ണം കുറഞ്ഞ ഒരാളായതുകൊണ്ട് 2.5 ഇഞ്ചിലാണ് നമ്മളിത് മാർക്ക് ചെയ്യുന്നത്. 2.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഈ മുകളിൽ നിന്ന് വന്ന വര 2.5 ഇഞ്ചിലേക്ക്
ഷേപ്പ് ചെയ്ത് ഞാൻ മാർക്ക് ചെയ്തു. വെച്ച് നമ്മൾ വെട്ടിയെടുക്കുകയാണ് നല്ല തുണിയിലേക്ക്. അപ്പോൾ നമ്മൾ 43 ഇഞ്ചാണ് വേണ്ടത്. നമുക്ക് അടിയിലെ തയ്യൽ തുമ്പ് ഇട്ട് 44.5 ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്യണം. പാവാടയുടെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിക്കാം. മറച്ച് ഇതിങ്ങനെ മറച്ചു. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇച്ചിരി എംബ്രോയ്ഡറി വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ കഴുത്തടിച്ച് മറിച്ചത് വീഡിയോയിൽ കിട്ടിയില്ല. ഇതിൻ്റെ കൈയടിച്ച് മടക്കി അടിക്കാണ്. അസുഖം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉള്ളതായിരിക്കും.
സ്ഥലം പറയാം. ബാക്ക് സിബ് വയ്ക്കാനായിട്ട് ഓപ്പൺ കൊടുത്താണ്. ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം സിബ് വയ്ക്കാനായിട്ട് നടുക്കുന്ന ഓപ്പൺ കൊടുത്തു. തുണി തെന്നി മാറാതിരിക്കാനായിട്ട് നടുക്കേക്കടെ ഞാൻ അടിച്ചു കൊടുക്കുന്നു. സിബ് വയ്ക്കണതിൻ്റെ അവിടെ ഓർഗൻസ തുണി വരുമ്പോൾ തെന്നി മാറിപ്പോകുന്നു. അടിച്ച് മറിക്കാനായിട്ട് ഒരു ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. സിബ് കൂടുതൽ വിട്ടുണ്ടായി. അതിൽ നമ്മൾ സിബ് ഇങ്ങനെ ഒന്ന് അടിച്ച് പിടിച്ചതിന് ശേഷം വൺ സൈഡ് കൂട്ടിട്ടാണ് അടിക്കേണ്ടത്. ഓർഗൻസ തുണി അതിന് തെന്നി പോകും. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ സൈഡ് ഫൂട്ടഴിക്കാനുള്ള പാടുകൊണ്ട് അങ്ങനെ അടിച്ചു വെച്ചിട്ടാണ് സിബ് അറ്റാച്ച് ചെയ്യുന്നത്. സിബിനോട് ചേർന്ന് അടിച്ചു. ഇനി അപ്പുറത്തെ സൈഡിലെ സിബ് ആ സൈഡിലെ ഫൂട്ടേജ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ ചേർത്ത് ഒറ്റയടിക്ക് തന്നെ അടിക്കാം. തുണി നീങ്ങിപ്പോവാതെ കറക്റ്റായിട്ട് വെച്ച് അപ്പം നമ്മുടെ സിബ് അടിച്ച് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഷോൾഡർ നമ്മൾ 7.5 മാർക്ക് ചെയ്ത് കറക്റ്റ് 7.5 ഷോൾഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടായിരുന്നതാണ്. അതിന് സിബ് അടച്ച് കാണിച്ചു തരാം. അപ്പോൾ അത് നല്ല ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ സിബ് അടിക്കാൻ അറിയാൻ കൊള്ളാത്തവർക്ക് ഏറ്റവും ഇതായിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സിബ് അടിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഇതിലിങ്ങനെ കിട്ടും. നമുക്ക് കറക്റ്റ് ഒട്ടും സിബ് കാണാത്ത രീതിയിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ബാലൻസ് ഉള്ളത് ഇങ്ങനെ മടക്കി ഇങ്ങനെ അടിക്കും. കഴുത്ത് ബാക്കിലെ കഴുത്തടിച്ച് മടക്കണം. കഴുത്ത് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് തുണിയിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് സെൻറ്ററുണ്ട് കട്ട് ചെയ്തിടുന്നു. അതിനുശേഷം ചെറിയൊരു തുമ്പെടുത്തിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. ഫ്രണ്ടിലെ കഴുത്തടിച്ചത് നിങ്ങൾക്ക് വീഡിയോയിൽ കിട്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് ബാക്കിലെ കഴുത്ത് കാണിച്ചു തരാണ്.
കുറച്ചുകൊണ്ട് ചേർത്ത് കണ്ടിച്ചതിന് ശേഷം പതിച്ചടിക്കണം. നല്ല നീറ്റായിട്ട് കിട്ടും. ഞാൻ അപ്പുറത്തെ കഴുത്തൂടെ അടിച്ചിട്ട് വരാം.